ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാന്റെ ദർശനം കിട്ടുന്ന ആ സമയത്ത് അറിയാതെ നിങ്ങളുടെ കണ്ണുകൾ നിറയാറുണ്ടോ? അതിപ്പോൾ ഏത് ഭഗവാനും ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആ ഒരു ഭഗവാന്റെ ആ തിരുനടയിൽ ചെന്ന് ആ ഭഗവാനെ കൺകുളിർക്കെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവാറുണ്ടോ? മാത്രമല്ല, നമ്മൾ വീടുകളിലൊക്കെ നാമജപം നടത്തുമല്ലോ, രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും മന്ത്രങ്ങളും നാമജപവും ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ആ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. ആ ഭഗവാന്റെ ഓരോ രൂപവും ഭാവവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ കൈ അറിയാതെ പൊള്ളുക, അതുപോലെ കർപ്പൂരം ഒഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ചൂട് തട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനും വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ കോട്ടുക വരിക, നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊരു ശ്രദ്ധയില്ലാതെ വരിക, നമുക്ക് ഒന്നും പ്രാർത്ഥിക്കാനില്ലാതെ വരിക, നമ്മൾ അലസമായി അവിടെ എവിടെയൊക്കെ നോക്കി ഒന്ന് ക്ഷേത്രത്തിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോയിട്ട് നമ്മളിങ്ങ് തിരിച്ചു പോരുക. അങ്ങനെയുള്ള ആ ഒരു മനസ്സൊക്കെയാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ അതും നമുക്ക് ചില കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കണ്ണ് നിറയാൻ കാരണം എന്താണ് എന്ന് പറയാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, നമ്മുടെ ആഗ്രഹം ഭഗവാൻ അറിയുന്നുണ്ട്, നമ്മളെ ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാനും നമ്മളുമായിട്ട് അത്രയും അടുപ്പത്തിലാണ്. നമ്മൾ എത്രമാത്രം ഭഗവാനെ സ്നേഹിക്കുന്നുവോ, നമ്മൾ എത്രമാത്രം ഭഗവാനെ വിശ്വസിക്കുന്നുവോ, ആ വിശ്വാസം ഭഗവാനിൽ തിരിച്ചും നമ്മളിലുണ്ട് എന്നുള്ള ആ ഒരു ബോണ്ടാണ് നമുക്ക് നമ്മുടെ കണ്ണ് നിറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് ഭഗവാന്റെ മനസ്സ് എന്താണെന്ന് അറിയത്തില്ല അല്ലേ. നമ്മൾ ഭഗവാന്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ നമ്മുടെ സ്നേഹം കൊണ്ട് ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ അറിയാതെ അങ്ങ് കണ്ണ് നിറഞ്ഞു പോകുന്നു. പക്ഷേ തിരിച്ചും ഭഗവാൻ ആ ഒരു ഇഷ്ടം നമ്മുടെ അടുത്തുള്ളത് കൊണ്ടാണ്, ആ ദൈവാധീനം നമ്മളിലുള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണ് നിറയുന്നത്. അല്ലാതെ നമുക്ക് ആ ഭഗവാന്റെ അടുത്തൊരു ബോണ്ടിങ് ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കണ്ണ് നിറയുകയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാവുകയോ ചെയ്യുകയില്ല. പല ക്ഷേത്രങ്ങളിലും പോയി കഴിയുമ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാവാറുണ്ട്. അതുപോലെ മറ്റു പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനുഭവസ്ഥർ ധാരാളം നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇത് മാത്രമാണ്. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ വിശ്വസിക്കുക, ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് നിങ്ങൾ കേട്ടോ. അപ്പോൾ അത് ഒരു നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഇപ്പം തന്നെ ഭഗവാൻ ചിലപ്പോൾ നടത്തി തന്നു എന്ന് വരില്ല. ഭഗവാൻ അതിനേക്കാൾ വലിയൊരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളിൽ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇപ്പം ആ ഒരു ചെറിയ സന്തോഷം നിങ്ങൾക്ക് നൽകാതെ ആ ഒരു വലിയ സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് ഭഗവാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിനുള്ള സമയം നമ്മളിലാകുമ്പോൾ തീർച്ചയായിട്ടും ആ വലിയ സന്തോഷം ഭഗവാൻ നമ്മൾക്ക് നൽകുക തന്നെ ചെയ്യും. ഇനി അടുത്തത് നമ്മുടെ കൈ പൊള്ളുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചൂട് തട്ടുക, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. നമ്മൾ വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ അശ്രദ്ധ മൂലം നമുക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ ആ സമയം പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരാ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനിടയ്ക്കൊക്കെ പോയി നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ഒന്ന് മാറിപ്പോവാറുണ്ട്. പക്ഷേ പല സമയങ്ങളിലും ഇതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കുറച്ചും കൂടെ ശക്തമാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭക്തി നിങ്ങൾ കുറച്ചും കൂടെ ശക്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി അത്ര ശ്രേഷ്ഠമല്ല എന്നാണ് അതിനകത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നതെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നതിനകത്ത് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിലവിളക്ക് നമ്മൾ ശുദ്ധിയോടുകൂടിയാണോ തെളിയിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ വിളക്ക് വെക്കുന്ന സ്ഥാനം ശരിയാണോ എന്ന് നോക്കണം. നമ്മുടെ വിളക്കിന് എന്തെങ്കിലും അതായത് എണ്ണയൊക്കെ ഇങ്ങനെ ഹോളായിട്ട് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണ്. അത് ചെറിയ തുളയൊക്കെ കൂടെ എണ്ണ ചോർച്ചയുള്ള വിളക്ക് കത്തിക്കുക, അതാണത് പറയുക.
അപ്പം അങ്ങനെ ചോർച്ചയുള്ള വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അത് പല രീതിയിലുള്ള ദോഷങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചിലപ്പോൾ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും, ഇങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പല പ്രാവശ്യം നമുക്കിങ്ങനെ ഈ ഒരു കയ്യിലൊക്കെ ചൂട് കിട്ടുകയൊക്കെയാണ് എങ്കിൽ നമ്മൾ എന്താണ് അതിന് കാരണമെന്നൊന്ന് ശ്രദ്ധിച്ച് അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ എന്തും നമ്മൾ വൃത്തിയായിട്ടല്ലേ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെ നമ്മുടെ മനസ്സിൽ ഭക്തി കുറവാണോ, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ അത് ചെയ്യുന്നത് എന്നൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നമ്മൾ ആ കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അതൊക്കെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ്. ആ ലക്ഷണങ്ങൾ നമ്മൾ ഒരു കാരണവശാലും തട്ടിക്കളയരുത്. അങ്ങനെ നമ്മളത് തട്ടിക്കളഞ്ഞ് അത് വകവയ്ക്കാതെ വീണ്ടും വീണ്ടും അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റു പല വലിയ പ്രശ്നങ്ങളും ചിലപ്പോൾ അത് കടന്നു വരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ വലിയ പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട. അതിനു മുമ്പ് തന്നെ അതിന് പരിഹാരം തീർച്ചയായിട്ടും നമ്മൾ കാണണം. അതുപോലെ തന്നെയാണ് അടുത്തതായിട്ട് ഉള്ളൊരു പ്രശ്നം കോട്ടുവായ ഇടുക. അപ്പോൾ അതിപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ നാമം ജപിക്കാനിരുന്നാൽ ഒരു 10 പ്രാവശ്യം കോട്ടുവായ ഇടും. അതേപോലെ തന്നെ ആ സമയത്ത് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ മനസ്സിലൂടെ ചിന്തകളൊക്കെ വരും. നമുക്ക് ഭഗവാന്റെ ആ ഒരു ചൈതന്യത്തിനേക്കാൾ അപ്പുറം നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ 2 കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് ചിന്തിക്കും. നാമവും ജപിക്കും, വേറൊരു കാര്യവും കൂടെ ചിന്തിക്കും, അല്ലേ? അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ നമുക്ക് ഭഗവാനെ അങ്ങ് ആ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാനോ ആ ഭഗവാന്റെ ആ തിരുസന്നിധിയിലെ ആ ഗന്ധം അത് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാനോ ആ ഒരു ക്ഷേത്ര പരിസരത്തെ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് അങ്ങ് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ വെറുതെ ചിലപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോകും, അല്ലെങ്കിൽ നമ്മളെല്ലാം 1-ാം തീയതി പോകുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ 1-ാം തീയതി പോകും. അങ്ങനെയൊക്കെ നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ പോവുക. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമ്മുടെ ആ ഉള്ളിലെ ഈശ്വരാധീനം കുറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, നേരത്തെയുള്ള നമ്മളല്ല ഇത്, നേരത്തെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ആ ഭഗവാനിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് നാമജപം നടത്തുക. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ ആ ഒരു ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ഭഗവാന്റെ ആ ഒരു തിരുനടയിൽ അധിക സമയം നിന്ന് ഏതെങ്കിലും ഒരു ശ്ലോകമൊക്കെ ചൊല്ലുക, അല്ലെങ്കിൽ ആ ഒരു മന്ത്രമൊക്കെ ജപിക്കുക. അങ്ങനെ ആ ഭഗവാനെ കുറച്ചധികം സമയം നോക്കി നിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭഗവാനോടുള്ള ആ അടുപ്പം തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ ആ ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ ആ തിരക്ക് പിടിച്ച് അവിടുന്ന് പോരാതെ കുറച്ച് സമയം അവിടെ നിന്ന് അവിടുത്തെ ഗന്ധമൊക്കെ ശ്വസിച്ച് അവിടുത്തെ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമ്മളിലേക്കും പകർന്നു കിട്ടുക എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയൊക്കെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ദുഷ്ടചിന്തകളും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ചെറുതായിട്ട് നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് കോട്ടുവായൊക്കെ ഇടാനായിട്ട് തോന്നുന്നത്, നമുക്ക് നാമം ജപിക്കാൻ തോന്നാതെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ടും അടിമപ്പെട്ടു പോകാതെ അത് നമ്മൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി നമ്മൾ തിരുത്തി നമ്മുടെ ആ പഴയ നന്മയിലേക്ക്, നമ്മുടെ ആ പഴയ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒരു എനർജി ഉണ്ടാകും. നമുക്ക് നല്ലൊരു ജോലി നല്ല രീതിയിൽ ചെയ്യാനും നമ്മുടെ കർമ്മങ്ങളൊക്കെ ആ ഒരു ചുറുചുറുക്കോട് കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയും ആ പോസിറ്റീവ് എനർജിയും ആ ഗന്ധവും ആ ഒരു അന്തരീക്ഷമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടത്. വളരെയധികം സമ്പത്ത് കിട്ടുക എന്നൊക്കെയുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പേ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഭഗവാന്റെ ഏറ്റവും നല്ല ഭക്തരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. നമുക്കൊരു അലസതയും ക്ഷീണവും സങ്കടങ്ങളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പരിശ്രമിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ ഞാനീ പറയുമ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഒരു 100 പേരാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 50 പേരും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആളുകളായിരിക്കും.
അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കണം. ഭഗവാനുമായിട്ട് അടുക്കാനായിട്ട്, ഭഗവാന്റെ ആ ചൈതന്യം നിങ്ങളിൽ നിറയ്ക്കാനായിട്ട്, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചൈതന്യമുള്ള ഐശ്വര്യമുള്ള ഒരാളായിട്ട് മാറാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പരിശ്രമിക്കുക. ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.